ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു അടിപൊളി പാസ്തയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. പിന്നെ എന്താ കുറച്ച് കടു, മുളക് പൊടി, സവാള അരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ തക്കാളി. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം പാസ്ത. അപ്പോൾ നമുക്ക് ഇക്കിടിലം പാസ്ത ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ അടുപ്പ് നമ്മൾ കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളി ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എത്ര മതിയാകും കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാസ്ത ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കേ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്താണെന്ന് വെച്ചാലേ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കുറച്ച് എണ്ണ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് വെന്താൽ മതിയാവും. അപ്പോഴേ നമ്മുടെ പാസ്ത വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പാസ്തയിൽ എന്താ നമ്മൾ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് കടുക് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ഇനി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്ത് വെച്ചാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ഇട്ടിടുക. അത് നമുക്കൊന്ന് കുറച്ച് ഒഴിച്ചു നോക്കാം, ഒരു ടേസ്റ്റ് നോക്കാം. നമുക്ക് കുറച്ച് സോസും കൂടെ അതിലോട്ട് വെച്ച് കൊടുക്കാം. അതുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മ പൊളിച്ചേട്ടാ, അടിപൊളി. അപ്പൊ ആ പാലൊക്കെ വെച്ചപ്പം പൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.